ഓം ശ്രീ ലളിതാ പരമേശ്വരിയേ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. കഴിഞ്ഞ ദിവസം 65 നാമങ്ങളുടെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് 66ാമത്തെ നാമമാണ് നോക്കാൻ പോകുന്നത്. നാമങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. സമ്പത്കരി സമാരൂഢ സിന്ദൂര വ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി ബിരാവൃത ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത ഖേചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനി കാംക്ഷിപ്ത വഹ്നി പ്രാകാരമധ്യക ബണ്ഡസൈന്യവധോദുക്ത ശക്തിവിക്രമഹർഷിത നിത്യപരാക്രമ ആടവ നിരീക്ഷണ സമത്സുക ബണ്ഡപുത്ര വധോദ്യുക്ത ബാലവിക്രമനന്ദിത മന്ത്രിണ്യംബ വിരചിത വിശങ്കവധതോഷിത വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ഇത്രയും വരികളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ നാമം ഏതാം എന്ന് നോക്കാം. സമ്പത്കരി സമാരൂഢ സിന്ദൂര വ്രജ സേവിത. 66ാമത്തെ നാമം. സമ്പത്കരി ദേവിയുടെ നിയന്ത്രണത്തിലുള്ള ആനപ്പടയുടെ മുകളിലിരുന്ന് സൈന്യസമേതയായി എല്ലാവരാലും സേവിക്കപ്പെടുന്നവളാണ് ദേവി. ഇനി 67ാമത്തെ നാമം നോക്കുക. അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി വിരാവൃത. അശ്വം കുതിര. കുതിരയുടെ കൂട്ടത്തെ നയിക്കുന്നവൾ. കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി. ഇനി 68ാമത്തെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജരഥത്തിൽ ആരൂഢയായവളാണ് ദേവി. എല്ലാ ആയുധങ്ങളും ഏന്തിയവളാണ് ദേവി. ഇനി 69ാമത്തെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ഖേചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. ചക്രരഥം 7 നിലകളുള്ള ചക്രരഥം. അതിലിരുന്ന് മന്ത്രിണി ദേവിയാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. 7 നിലകളുള്ള ചക്രരഥം എന്ന രഥത്തിലിരിക്കുന്ന മന്ത്രിണി ദേവിയാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. ഇനി നമ്മൾ 70ാമത്തെ നാമമാണ് നോക്കാൻ പോകുന്നത്. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരി പന്നി. കിരിചക്രരഥത്തിൽ കയറിയിരുന്ന് ദണ്ഡനാഥയാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. ദണ്ഡനാഥ എന്ന് പറഞ്ഞാൽ ഇവിടെ വാരാഹി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. കിരി പന്നി. പന്നികളാൽ വലിക്കപ്പെടുന്ന രഥം എന്ന് അർത്ഥമെടുക്കുക. പന്നിയുടെ രൂപത്തിലുള്ള രഥം. എന്തായാലും കിരിചക്രരഥത്തിൽ കയറിയിരിക്കുന്ന ദണ്ഡനാഥയാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി എന്നാണ് ഈ വരിയുടെ അർത്ഥത്തിൽ കാണുന്നത്. ഇനി 71ാമത്തെ അർത്ഥം നമ്മൾ പറയുന്നത് ജ്വാലാമാലിനികൾ. നിത്യദേവതയായ ജ്വാലാമാലിനികൾ. ആക്ഷിപ്ത സ്ഥാപിച്ചത്. ഈ ദേവികളാൽ നിർമ്മിക്കപ്പെട്ട വഹ്നി പ്രാകാരമധ്യക. അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അജ്ഞാനമെന്ന നിഴലിനെ ഇല്ലാതാക്കി അഗ്നിമധ്യത്തിൽ നിൽക്കുന്ന ജ്ഞാനസ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. അടുത്തത് ബണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. ബണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശക്തിസേനയുടെ പരാക്രമം കണ്ട് സന്തോഷിക്കുന്നവളാണ് ദേവി. ഹർഷിത, സന്തോഷിക്കുന്നവളാണ് ദേവി. അടുത്ത നാമം 73ാമത്തെ നാമം. നിത്യപരാക്രമ ആഡോപം. നിത്യാദേവികളുടെ പരാക്രമം കണ്ട് ഉത്സാഹം കൊള്ളുക. നിത്യാദേവികളുടെ പരാക്രമം കണ്ട് ഉത്സാഹത്തോടെ ഇരിക്കുന്നവളാണ് ദേവി. ദേവതമാർ എന്ന് പറഞ്ഞാൽ 15 ദേവികളെയാണ് ഉദ്ദേശിക്കുന്നത്. 15 ദേവികൾ. പ്രഥമാദേവി, ദ്വിതീയാദേവി, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി. ഈ 15 ദേവതമാരെയാണ് നിത്യാശക്തികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിത്യാദേവതമാരുടെ ഈ 15 നിത്യാദേവികളുടെ പരാക്രമം കണ്ട് ഉത്സാഹത്തോടെ ഇരിക്കുന്നവളാണ് ദേവിയെന്ന്. അടുത്തത്
ബണ്ഡപുത്ര വധോദ്യുക്ത ബാലവിക്രമ നന്ദിത. ബണ്ഡൻ്റെ പുത്രന്മാരെ നശിപ്പിക്കുന്ന സ്വപുത്രിയായ ത്രിപുരസുന്ദരിയുടെ പരാക്രമം കണ്ട് സന്തോഷിക്കുന്നവളാണ് നന്ദിത. സന്തോഷിക്കുന്നവളാണ് ദേവി. അടുത്തത് മന്ത്രിണ്യംബ വിരചിത വിശങ്കവധതോഷിത. ബണ്ഡാസുരൻ്റെ ഇടത്തെ ചുമലിൽ നിന്നുണ്ടായ വിശങ്കനെ മന്ത്രിണി ദേവി വധിച്ചതിൽ സന്തുഷ്ടയായി ഇരിക്കുന്നവളാണ് ദേവി. അടുത്തത് വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത. ബണ്ഡാസുരൻ്റെ വലത്തെ ചുമലിൽ നിന്നുണ്ടായ വിശുക്രൻ്റെ ജീവനെ അപഹരിച്ച വാരാഹി ദേവിയുടെ വീരപരാക്രമം കണ്ട് ആനന്ദിക്കുന്നവളാണ് ദേവി. അടുത്തത് 77ാമത്തെ നാമമാണ് നമ്മൾ ഇനി പറയുന്നത്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. കാമേശ്വരൻ പരമേശ്വരൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സങ്കല്പത്താൽ സൃഷ്ടിക്കപ്പെട്ട ഗണേശനോട് കൂടിയവളാണ് ദേവി. ഇങ്ങനെ 77 നാമത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അടുത്ത ദിവസം കുറച്ച് നാമങ്ങളുടെ അർത്ഥങ്ങളുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നമസ്കാരം. ഓം പരമേശ്വരിയേ നമഃ.